ഇന്നിപ്പോൾ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ പുതിയ വിവരം പുറത്തു വന്നിരിക്കുകയാണ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരിൽ അന്വേഷിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അന്വേഷണത്തിന് കമ്പനികാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായ KSIDCക്കെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകച്ചവടമാണ്. ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ എല്ലാം ശരിയാണ് എന്ന് വരികയാണ്. അഴിമതിയാണ് വ്യാപകമായി നടക്കുന്നത്. ഈ അഴിമതി ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിനെ കുറിച്ചത് അവസാനം എന്ത് സംഭവിക്കും എന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം തിരഞ്ഞെടുപ്പിന്റെ പരിപാടിക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ നടക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പോലെ അവസാനിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു, ഞങ്ങൾ സംശയിക്കുന്നു. കരുവന്നൂരിലെ ED അന്വേഷണം എവിടെ പോയി? കരുവന്നൂരിലെ ED അന്വേഷണം തൃശൂർ പാർലമെന്റിൽ BJPക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിൽമെന്റിന്റെ ഭാഗമായി മാറുകയാണോ എന്ന് ഞങ്ങൾ നേരത്തെ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരണയിലേക്ക് CPMഉം BJPയും പോവുകയാണ്. കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവന്ന് അന്വേഷിപ്പിച്ച് അവസാനം രാഷ്ട്രീയമായ അവിഹിതമായ ബന്ധത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറിയതുപോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാറാനുള്ള ശ്രമമാണോ എന്ന് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും. എന്തായാലും കേരളത്തിലെ CPMഉം സംഘപരിവാർ ശക്തികളുമായി ഒരു അവിഹിതമായ ബന്ധമുണ്ട്. അത് SNC ലാവ്ലിൻ കേസിലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും കരുവന്നൂരിലെ ED കേസിലും ഞങ്ങൾ കണ്ടതാണ്. അത് തന്നെയാണോ മാസപ്പടി കേസിൽ ആവർത്തിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ നിരീക്ഷിക്കും, സൂക്ഷ്മമായി നിരീക്ഷിക്കും. അല്ല, ഇതിനു മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അനുഭവങ്ങളല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ കേസ് ബൈ കേസായിട്ട് പറഞ്ഞല്ലോ, 1, 2, 3, 4 എന്ന് പറഞ്ഞു. നമ്മുടെ മുമ്പിലുള്ള 4 കേസിലും ഇവർ തമ്മിൽ ധാരണയുണ്ടായിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും SNC ലാവ്ലിൻ കേസിലും അതുപോലെ കരുവന്നൂർ ED കേസിലും ഈ 4 കേസിലും കേരളത്തിലെ CPM നേതൃത്വവും സംഘപരിവാർ നേതൃത്വവും തമ്മിൽ ധാരണയുണ്ടായിട്ടുണ്ട്. 5ാമത്തെ കേസിലും അത് സംഭവിക്കുമോ എന്ന് ഞങ്ങൾ നോക്കിയിരിക്കുക. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് ഈ കേസ് അന്വേഷണമൊക്കെ തകൃതിയിലാകുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ കൊച്ചിയിലെ മാധ്യമ പ്രവർത്തകരാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെ കുറിച്ചും ലൈഫ് മിഷനെ കുറിച്ചും ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കേന്ദ്ര ഏജൻസികളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് നിങ്ങൾക്കാണ്. ബട്ട് വൺ ഫൈൻ മോർണിംഗ്, ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ എല്ലാ ഇൻഫർമേഷനും ഇല്ലാതായി. പിന്നെ അന്വേഷണം ഏത് വഴിക്ക് പോയെന്ന് നിങ്ങൾക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിലായിപ്പോയി അസംബ്ലി ഇലക്ഷൻ തൊട്ട് മുമ്പ്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല കേസിലും. അതുകൊണ്ട് ഏതറ്റം വരെ പോകുന്നൊരു ഉറപ്പില്ല. അന്വേഷണം സീരിയസ് ആവേണ്ടതാണല്ലോ. KSIDC കൂടി ഇത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്ന് വ്യവസായ വകുപ്പിന്റെ ഭാഗമല്ലേ. ഇപ്പൊ ഇവര് CPM നേതാക്കന്മാർ ആരും പ്രതികരിക്കുന്നില്ല. പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായി ബിലോ ദ ബെൽറ്റ് ഹിറ്റാണ് പൊതുമരാമത്ത് മന്ത്രി നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവാരം കുറഞ്ഞ തരംതാണ പ്രചരണമാണ് പൊതുമരാമത്ത് മന്ത്രി നടത്തിക്കൊണ്ടിരുന്നത് ഈ നവകേരള സദസ്സിൽ മുഴുവൻ. അപ്പോഴാണ് വാ തുറന്നത്. അപ്പൊ 40 വട്ടം പ്രതിപക്ഷ നേതാക്കന്മാരെ അപഹസിക്കാൻ വാ തുറന്നിരുന്ന പൊതുമരാമത്ത് മന്ത്രി അത് നാവ് ഉപ്പിലിട്ടോ എന്നുകൂടി ഞാൻ പണ്ട് ചോദിച്ചതുപോലെ ഒന്ന് ചോദിക്കേണ്ടി വരും. ഇപ്പോൾ അതെങ്ങനെ വ്യക്തികൾ തമ്മിലുള്ള ഞങ്ങൾ അന്നും KSIDCയുടെ പേര് പറഞ്ഞത്. KSIDC പാർട്ടാണ് ആ സ്ഥാപനത്തിന്റെ. ഗവൺമെന്റിനും കൂടി പങ്കുണ്ട്. ഗവൺമെന്റിന് പങ്കുള്ള ഗവൺമെന്റ് ഏജൻസിക്ക് ഷെയറുള്ള സ്ഥാപനമായിട്ടാണ് അവർ എഗ്രിമെന്റ് ഉണ്ടാക്കിയത്. ആ ഉറപ്പായിട്ടും അല്ലേ ഞാൻ പറഞ്ഞത്. ആദ്യം അല്ലല്ലോ, കമ്പനി ഒരു സ്ഥാപനം രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൊടുക്കുന്നതും കള്ളപ്പണം വെളുപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ല.
രാഷ്ട്രീയ പാർട്ടികൾക്ക് എവിടെ നിന്നാണ് പണം കിട്ടുന്നത്? കമ്പനികളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ പണം മേടിക്കും. ഞങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയാണ് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ പണം സമാഹരിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നത്. അവർ പണം മേടിച്ചിട്ടുണ്ട്, അതിന്റെ കണക്ക് KPCC-യിലുണ്ട്. അല്ല, അവർ വേറെ ഫേവറും ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ ഇവരിന്ന് പണം മേടിച്ചിട്ട്. ഇവിടെ അതല്ലല്ലോ കേസ്, അതല്ലല്ലോ കേസ്. എന്താ കേസ്? മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എക്സാലോജി കമ്പനിയും CMRL കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെന്റ് വെച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ കമ്പനി ഉണ്ടാക്കുന്നത് തെറ്റല്ല. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി വേറൊരു കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത് തെറ്റല്ല. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഏജൻസിക്ക് പങ്കാളിത്തമുള്ള ഒരു കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് വെക്കാമോ എന്നുള്ളത് ഒരു മോറൽ ക്വസ്റ്റ്യനാണ്, അല്ലേ? ഒരു മോറൽ ക്വസ്റ്റ്യൻ. ഇനി അതും ശരിയാണെന്ന് വയ്ക്കുക. എങ്ങനെയാണ് ഇത് കേസായത്? CMRL ഉദ്യോഗസ്ഥന്മാർ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് മൊഴി കൊടുത്തു. അതായത് ഞങ്ങൾക്ക് ഈ കമ്പനിയിൽ നിന്നും ഒരു സോഫ്റ്റ്വെയർ സർവീസും കിട്ടിയിട്ടില്ല, നമ്പർ 1. നമ്പർ 2, എക്സാലോജി കമ്പനിയുടെ സോഫ്റ്റ്വെയർ സർവീസും CMRL സോഫ്റ്റ്വെയർ സിസ്റ്റവും തമ്മിൽ യോജിക്കുന്നതല്ല. അപ്പൊ കൊടുക്കണം എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ സർവീസ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ദാറ്റ് എഗ്രിമെന്റ് ഇറ്റ്സെൽഫ് വാസ് എ ഫ്രോഡ്. കൊടുക്കാൻ പറ്റാത്ത സർവീസിനാണ് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്തു അക്കൗണ്ടിലേക്ക്. മകളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തു, കമ്പനിയുടെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തു, വിത്തൗട്ട് പ്രൊവൈഡിങ് സർവീസ് സേവനം കൊടുക്കാതെ. ഇപ്പൊ ഞങ്ങളുടെ ആരെങ്കിലും അക്കൗണ്ടിലേക്ക് ആരെങ്കിലും കാശിട്ട് തരുമോ? ഒരു സേവനം കൊടുക്കാതെ ഇട്ടുതരില്ലല്ലോ. അപ്പൊ സേവനം കൊടുക്കാതെ എന്തിന് ഇട്ടുകൊടുത്തു എന്നതാണ് ഇന്ററിം ബോർഡിന്റെ ഫൈൻഡിങ്. അല്ലാതെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ കമ്പനിയിൽ നിന്ന് ഡൊണേഷൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. മുഖ്യമന്ത്രി എന്ന നിലയിലോ പാർട്ടി നേതാവല്ലേ, പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലോ അദ്ദേഹം ഏത് കമ്പനിയിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടി ഡൊണേഷൻ മേടിച്ചാലും ഒരു തെറ്റുമില്ല. തെറ്റു പറയാൻ പറ്റില്ല. രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാർ പണം സമാഹരിക്കും, അതിൻ്റെതായ രീതി എല്ലാ പാർട്ടിക്കും ഉണ്ട്. അതെങ്ങനെ തെറ്റ്? അതും ഇതും തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? ഇത് രണ്ടാണ്. വെരി ക്ലിയർ. പക്ഷേ 2011 നിയമസഭയിലേക്ക് ഹരിപ്പാട്ടൂർ ജയിച്ചപ്പം ആദ്യം മന്ത്രിസഭ കൂടുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ചത് ചെങ്ങന്നൂർക്കരയുടെ വസ്തുവിനോട് ചേർന്നുള്ള പാലമാണ് കോടികൾ ചെലവഴിച്ചത്. അവിടെയാണ് കത്ത ഈ കരിമണൽ കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചിരുന്നത്. പിന്നീട് എതിർപ്പും പ്രതിഷേധവും വന്നപ്പോഴാണ് കരിമണൽ കമ്പനി തുടങ്ങാൻ. ഓരോ നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധികൾ പാലം പ്രഖ്യാപിക്കുമ്പോൾ ജനങ്ങളുടെ ആവശ്യത്തിന്റെ ഭാഗമായിട്ടാണ് പാലം പ്രഖ്യാപിക്കുന്നത്. അവിടെ കർത്താവിന് സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പാലം പണിയായിരിക്കാൻ പറ്റുമോ? കർത്താവിന് സ്ഥലമുണ്ടെങ്കിൽ അവിടെ പാലം പണിയുണ്ടെന്ന് നോക്കാൻ പറ്റും. അപ്പൊ അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ കർത്താവിന് സ്ഥലമുള്ളതുകൊണ്ട് നീയൊക്കെ നീന്തി പോയാൽ മതി എന്ന് പറയാൻ പറ്റും അവിടെയുള്ള ആളുകളോട്? അതൊക്കെ വെറും ബാലിശ. അതിനൊന്നും ഇതിന് ന്യായീകരണമാവുന്നില്ല. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് വേറെ പരിശോധിക്കാം. ഇതിന് ന്യായീകരണമാവുന്നില്ല. ഇതിനൊരു മറുപടിയില്ല. ഇതിന് പാർട്ടിക്ക് CPM-ന് ഒരു മറുപടി